ഡൽഹിയുടെ ചരിത്രപ്രസിദ്ധമായ പ്രതിഷേധ കേന്ദ്രമായ ജന്തർ മന്ദിർ ഇപ്പോൾ ഒരു വൻ യുവജന പ്രക്ഷോഭത്തിന് വേദിയായിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി 10,000-കണക്കിന് വിദ്യാർത്ഥികളാണ് ഉറച്ച തീരുമാനങ്ങളോടെ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. എന്താണ് ഇന്ത്യയുടെ തലസ്ഥാനത്ത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. സമാധാനപരമായി തുടങ്ങിയ ഈ സമരം ജൂലൈ 20 വലിയ സംഘർഷത്തിൽ കലാശിച്ചു. ചലോ സൻസദ് പാർലമെന്റ് മാർച്ച് നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് കണ്ണീർ വാതകവും ലാത്തിചാർജും പ്രയോഗിച്ചു. 150-ലധികം വിദ്യാർത്ഥികൾക്കും നിരവധി പോലീസുകാർക്കും ഈ സംഘർഷത്തിൽ പരിക്കേറ്റു. ഈ സമരത്തിന് കൂടുതൽ കരുത്തുപകർന്നത് പ്രശസ്ത ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്കിന്റെ കടന്നുവരവാണ്. വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച അദ്ദേഹം അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. ആഴ്ചകൾക്ക് ശേഷം ആരോഗ്യനില വഷളായതിനെ തുടർന്ന് പോലീസ് അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം ആശുപത്രിയിലേക്ക് മാറ്റിയത് രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു. വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള പോലീസ് നടപടി പ്രതിഷേധിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപം പ്രതിഷേധിക്കുകയും അദ്ദേഹത്തെ പോലീസ് തടഞ്ഞു വെക്കുകയും ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് KC വേണുഗോപാൽ, സച്ചിൻ പൈലറ്റ് തുടങ്ങിയ നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. മുതിർന്ന സിനിമാ താരങ്ങളായ പ്രകാശ് രാജ്, ഷബാന ആസ്മി തുടങ്ങിയവർ പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുകയുണ്ടായി. ഈ യുവജന മുന്നേറ്റത്തെ ഒരു സ്വാതന്ത്ര്യ സമരത്തോടാണ് പ്രകാശ് രാജ് ഉപമിച്ചത്. സ്വാഭാവികമായും ഈ സമരം വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷ പാർട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലുള്ളവരെ ശിക്ഷിക്കാനും അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്ന വാഗ്ദാനവുമായി സർക്കാരും രംഗത്തെത്തിയിട്ടുണ്ട്. ചർച്ചകൾക്കായി സർക്കാർ വിദ്യാർത്ഥി പ്രതിനിധികളെ ക്ഷണിച്ചെങ്കിലും അടച്ചിട്ട മുറിയിലെ ചർച്ചകൾക്ക് അവർ തയ്യാറല്ല. പകരം ജന്തർ മന്ദിറിൽ വെച്ച് പരസ്യമായ സംവാദമാണ് അവർ ആവശ്യപ്പെടുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ പിന്നോട്ടില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് ഈ വിദ്യാർത്ഥികൾ. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.